ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ്. ഈ മസാലക്കറി നിങ്ങൾക്ക് ഊണിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പോലുള്ള എല്ലാവിധ ഡ്രൈ പാക്കുകളിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഈ മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ കോളിഫ്ലവറും പൊട്ടറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് നമുക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 500 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം സൈസിൽ കട്ട് ചെയ്ത 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടാതെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് വേവാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് സ്ലൈസായി നുറുക്കിയിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് ഒരു 1.5 സബോള നീളനെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ സബോളയുടെ പച്ചമുളക് മാറി ഒന്ന് വഴണ്ടി കിട്ടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത സബോളയൊക്കെ ആവശ്യത്തിന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളനെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ മീഡിയം സൈസ് ഒരു ക്യാപ്സിക്കം കൂടി നീളനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം പൊടികളൊക്കെ മിക്സ് ചെയ്യാം. ഇതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണക്ക് മാറി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണക്ക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത തക്കാളി അല്പം ഒന്ന് മെൽറ്റായി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ആവശ്യത്തിന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കോളിഫ്ലവറും പൊട്ടറ്റയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോളിഫ്ലവർ പൊട്ടറ്റൊക്കെ മസാലയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും പൊട്ടറ്റൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ഒട്ടും തന്നെ ടൈം കൺസ്യൂം ചെയ്യുന്ന റെസിപ്പി ഒന്നല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തി പോലുള്ള എല്ലാവിധ ഡ്രൈ പാക്കുകളിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുമാത്രമല്ല ഊണിന് കൂടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഞങ്ങൾ ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.